നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 12ഓളം പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി എന്നിവരാണ് മരിച്ചത്. അപകട കാരണം ബസിന്റെ അമിത വേഗം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ആളൂർ താണിപ്പാറയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 20 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തളിക്കുളം 10-ാം കല്ലിൽ വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചാവക്കാട് വരെ എത്തിച്ചത് എന്ന് പരാതി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. കടയുടെ ഷട്ടർ തകർത്ത കാട്ടാന അരി, പലവ്യഞ്ജനങ്ങൾ, പഴക്കുലകൾ എന്നിവ ഭക്ഷിച്ചു. ഗുരുവായൂരിലും കുന്നംകുളത്തും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഗുരുവായൂരിൽ 2 കടകളിൽ നിന്നായി 35,000 രൂപ കവർന്നു. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. പുതുക്കാട് മുപ്ലിയം റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ചുകയറി. അപകടത്തിൽ 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചെറുവത്തൂർ ഗ്രൗണ്ടിന് സമീപമായിരുന്നു അപകടം. കുറ്റിപ്പുറത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടെതിരെ വന്ന മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഒരു ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിൾ, 3 കാറുകൾ എന്നീ വാഹനങ്ങളിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. ഇതിൽ ഈക്കോ കാറിലെ യാത്രക്കാരിയായ 18 വയസ്സുള്ള റിയ, മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന 63 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. ഈക്കോ കാറിൽ സഞ്ചരിച്ചിരുന്ന ഷജീറ, മൻസൂറ, നസീറ, ഫാത്തിമത്ത്, ഷബീബ, നഹിജ എന്നിവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള നസീമയെ തുടർ ചികിത്സയ്ക്കായി എറണാകുളം അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റൊരു കാറിൽ യാത്ര ചെയ്തിരുന്ന പോർക്കുളം സ്വദേശി ജിംഷാദ്, മാതാവ് ഖദീജ എന്നിവരും മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോട്ടോർ സൈക്കിൾ യാത്രികനായ കാണിപ്പയ്യൂർ സ്വദേശി ജോബി ജോൺ ഡാനിയലിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോബിയുടെ ഒപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഭാര്യയുടെ അമ്മ തങ്കമണിയാണ് മരിച്ചത്. TCV കുന്നംകുളം. കുന്നംകുളം പാറേമ്പാടത്തുണ്ടായ ബസ് അപകടത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. അപകട കാരണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അപകടത്തിൽപ്പെട്ട ബസ് ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്നും മാറ്റി. കുന്നംകുളം കോഴിക്കോട് പാതയിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അപകടകരമായ ഡ്രൈവിംഗും വീണ്ടും ചർച്ചയാവുകയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ പരിശോധനയും നിയമ നടപടികളും വേണമെന്ന ആവശ്യവും ശക്തമാണ്. ആളൂർ താണിപ്പാറയിൽ സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. വ്യാഴാഴ്ച 4:30യോടെയായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെയും കയറ്റിപ്പോയിരുന്ന മിനി ബസ് നിയന്ത്രണം തെറ്റി ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് മറിയുകയായിരുന്നു. പരിസരത്തുണ്ടായിരുന്ന ആളുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അധികം വൈകാതെ ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേനാ യൂണിറ്റും സ്ഥലത്തെത്തി. പരിക്കേറ്റ 4 പേരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും മറ്റുള്ളവരെ പോട്ട ധന്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തളിക്കുളം 10-ാം കല്ലിനു സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തി നശിച്ചു. 10-ാം കല്ല് സ്വദേശി മുഹമ്മദ് സാലിയുടെ ഉടമസ്ഥതയിലുള്ള സാലി ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്.
ഓണവിപണി ലക്ഷ്യമാക്കി വലിയ തോതിൽ സംഭരിച്ച നാളികേരവും കൊപ്രയും വെളിച്ചെണ്ണയും കത്തിനശിച്ചു. നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച പന്തളം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതരുടെ അനാദരവ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് ചാവക്കാട് വരെ എത്തിച്ചത്. ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണി വരെയാണ് ചാവക്കാട് വെച്ച് അടിയന്തരമായി ഫ്രീസർ സംഘടിപ്പിക്കുകയും മൃതദേഹം ഏങ്ങണ്ടിയൂർ റീലൈഫ് ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തത്. റീലൈഫ് ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് തൻവീർ, മുഹമ്മദ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ ആലപ്പുഴയിലെ വെള്ളക്കെട്ടിലൂടെ സർവീസ് നടത്തിയതിനെ തുടർന്ന് പന്തളത്തെത്തിയപ്പോഴേക്കും ആംബുലൻസിന്റെ പ്രവർത്തനം നിലച്ചു. തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് മൃതദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയാണ് രാജേഷിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. മാളിയേക്കൽ പോളിന്റെ കടയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. കടയുടെ ഷട്ടർ തകർത്ത് അരി, പലവ്യഞ്ജന സാധനങ്ങൾ, പഴക്കൊലകൾ എന്നിവയെല്ലാം നശിപ്പിച്ചു. അലമാരയിലെ ഗ്ലാസുകളും പൊട്ടി. പൊരിങ്ങൽകുത്ത് ഡാം ഗേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് സംഭവം കണ്ടത്. അരമണിക്കൂറോളം സ്ഥലത്തുണ്ടായിരുന്ന ആന പിന്നീട് തിരിച്ചുപോയി. മലക്കപ്പാറ പ്രദേശത്തെ ആദിവാസികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന കടയാണ് ഇത്. ഗുരുവായൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിലുമായി 35,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോ ജ്യൂസ് കടയിലും മാവിൻ ചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. അവിൽ പ്രോയിൽ നിന്ന് 15,000 രൂപയും KM ഫ്രൈഡിൽ നിന്ന് 1,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2 കടകളുടെയും മുൻവശത്തെ ചില്ലുവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. പൂട്ടുകൾ തകർത്തതിൽ 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഇരു കടകളുടെയും ഉടമയായ KK ജോസഫ് ബാബു അറിയിച്ചു. പുലർച്ചെ 2:50ഓടെ KM ഫ്രൈഡിലാണ് ആദ്യം മോഷ്ടാക്കൾ എത്തിയത്. 2 കടകളിലെയും മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 2 പേരാണ് 2 കടകളിലും കയറിയിട്ടുള്ളത്. മുഖം മറച്ചെത്തിയ ഒരാൾ അകത്ത് കയറുന്നതും മറ്റൊരാൾ പുറത്തു നിൽക്കുന്നതുമായാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിൽ മോഷണം. സ്ഥാപനത്തിന് മുൻവശത്തെ ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 1,500 രൂപയും മിനറൽ വാട്ടർ കുപ്പികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. പുതുക്കാട് മുപ്ലിയം റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. സ്നേഹപുരത്ത് മുട്ടിപ്പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണം. പുതുക്കാട് പമ്പ് ഹൌസിൽ നിന്ന് ചെങ്ങാലൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ഇതോടെ മുപ്ലിയം പുതുക്കാട് റോഡിലൂടെയുള്ള ഗതാഗതവും
കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരണം നടത്താൻ പോകുന്ന റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടത്. വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കുടിവെള്ള വിതരണം നിർത്തിവെച്ചതോടെ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. കെ രാമചന്ദ്രൻ MLA ഇടപെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. മേഖലയിൽ കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് പഞ്ചായത്ത് അംഗം ജോയ് മഞ്ഞളി പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണ്. നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നിരുന്നത്. ആ വെള്ളം വന്ന് ഇതിന്റെ റോഡിന്റെ അടിഭാഗത്തുള്ള മണ്ണ് മുഴുവൻ ഊതി പോകുന്ന രീതിയിലാണ്. അത്രയും ഫോഴ്സായിരുന്നു. അപ്പൊ അത്രയും പെട്ടെന്ന് ശരിയാക്കി ഇത് JCB കൊണ്ടുവന്ന് കോരിട്ട് വേണം വീണ്ടും റിപ്പയർ ചെയ്തതിന് ശേഷം വീണ്ടും മണ്ണ് ഫില്ല് ചെയ്താലാണ്, അല്ലെങ്കിൽ കോറി വേസ്റ്റ് ഫില്ല് ചെയ്താലാണ് നമുക്ക് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ബസ്സുകാരും മറ്റുള്ള ഭാരവാഹനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ നിന്ന പോലെ ഇപ്പോൾ ആരും ഇപ്പോൾ വഴിക്ക് വരുന്നില്ല. അപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. റോഡ് നവീകരണത്തിന് മുൻപ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ എറിയാട് രാസമാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് എറിയാട് പഞ്ചായത്ത് യോഗം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ചെലവിൽ മാലിന്യം നീക്കം ചെയ്യണമെന്നും യോഗം ആവശ്യമുന്നയിച്ചു. കൂടുതൽ സ്ഥലങ്ങളിൽ രാസമാലിന്യം തള്ളിയിട്ടുണ്ടോ എന്നറിയാൻ മണ്ണ് പരിശോധന നടത്താനും പഞ്ചായത്ത് തീരുമാനിച്ചു. രാസമാലിന്യ മണ്ണ് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും പണം ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. രാസമാലിന്യം നിർവീര്യമാക്കുന്നത് സംബന്ധിച്ച് KEIL-യുമായി ചർച്ച നടത്തും. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് രാസമാലിന്യം നീക്കണമെന്നും സ്ഥലമുടമകൾക്കെതിരെ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ, PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ, VA സുഹൈൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലയിലെ കോൾപ്പാട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളാണ് വെള്ളം നിറഞ്ഞ് കരപ്രദേശത്തേക്ക് കയറുന്ന നിലയിലായിരിക്കുന്നത്. ഈ മേഖലയിലൂടെ അധിക ജലം ഒഴുകിപ്പോകുന്ന പുത്തൻതോട്, ഇറിഗേഷൻ മെയിൻ കനാൽ തുടങ്ങിയവ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ സ്ഥിതിയിലാണ്. ഇതുമൂലം ഈ തോടുകളിലൂടെയുള്ള ഒഴുക്ക് നിലച്ചതും മത്സ്യകൃഷിക്കായി പല പടവുകളും കഴകളും സ്ലൂയിസുകളും ഇപ്പോഴും അടച്ചിട്ട നില തുടരുന്നതും മൂലം പാടത്തു നിറഞ്ഞ വെള്ളം പ്രദേശത്തെ വീടുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. തോടുകളിലെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യേണ്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഫണ്ടില്ല എന്ന ന്യായം പറഞ്ഞ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാതിരിക്കുകയാണെന്നാണ് ആക്ഷേപം. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് നിരവധി വീടുകൾ വെള്ളത്തിലാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മഴക്കാലമെത്തിയാൽ അന്തിക്കാട്ടെ ഈ കുടുംബത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വഞ്ചി മാത്രമാണ് ശരണം. കഴിഞ്ഞ 35 വർഷമായി ഇതാണ് സ്ഥിതി. കോൾപ്പാട ശേഖരത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിലാണ് പീച്ചേടത്ത് ചന്ദ്രനും ഭാര്യ ശാരദയും താമസിക്കുന്നത്. മഴ പെയ്ത് വെള്ളം കയറുന്നതുവരെ കോൾബണ്ട് റോഡിലൂടെയാണ് ഇവരുടെ യാത്ര. കാലവർഷത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വരുന്നതോടെ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവർ മുൻകൂട്ടി ശേഖരിച്ചു വെക്കും. അറ്റകുറ്റപ്പണി നടത്തി വഞ്ചിയും സജ്ജമാക്കും. ഈ വർഷം ജൂലൈ മാസം അവസാനിക്കുന്നതുവരെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളില്ലായിരുന്നു. ആഗസ്റ്റ് മാസം തുടക്കം മുതൽ ഇടതടവില്ലാതെ മഴ പെയ്തതോടെ പാടത്ത് വെള്ളം നിറഞ്ഞു. 35 വർഷത്തിനിടയിൽ 2018 പ്രളയത്തിൽ മാത്രമേ ഇവർ ഈ തുരുത്തിൽ നിന്നും സർക്കാരിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളൂ. മക്കളും മരുമക്കളുമൊക്കെയായി വലിയൊരു കുടുംബമായാണ് ചന്ദ്രനും ശാരദയും താമസിച്ചിരുന്നത്. വർഷക്കാലത്ത് പേരക്കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോയിരുന്നതും വഞ്ചിയിലായിരുന്നു. പിന്നീട് സുരക്ഷിതത്വവും മറ്റും കണക്കിലെടുത്ത് മക്കൾ മാറി താമസിക്കുവാൻ തയ്യാറായപ്പോൾ ചന്ദ്രനും ശാരദയ്ക്കും തുരുത്തിലെ വീട് വിട്ടു പോകാൻ മനസ്സു വന്നില്ല. ആരോഗ്യമുള്ള കാലത്തോളം ഇങ്ങനെ തുടരാനാണ് ഈ വയോധിക ദമ്പതികളുടെ ആഗ്രഹം. TCV തൃശൂർ. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ചേർപ്പ് പഞ്ചായത്തിൽ GVHSS-ൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് MLA ഗീതാ ഗോപി സന്ദർശിച്ചു. തുടർന്ന് മുത്തുള്ളിയാൽ തോപ്പ് പ്രദേശത്തെ വെള്ളം കയറിയ വീടുകൾ MLA സന്ദർശിച്ച് ദുരിതബാധിതരുമായി സംസാരിച്ചു. പ്രദേശത്തെ കിടപ്പ് രോഗികളായ കക്കാട്ട് ഖാദർ, തോട്ടുങ്ങൽ മണി എന്നിവരെ സുരക്ഷിതമായി ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ MLAയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത്, റവന്യൂ വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ് എന്നിവരുടെ ഏകോപനത്തോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്.
ശക്തമായ കാറ്റിൽ ഇടിയഞ്ചിറ ബണ്ട് റോഡിലെ മരങ്ങൾ കടപുഴകി വീണു. ഇടിയഞ്ചിറ കനാൽ ബണ്ടിനോട് ചേർന്ന് നിന്നിരുന്ന 3 മരങ്ങളാണ് കടപുഴകി KLDC കനാലിലേക്ക് വീണത്. റോഡിന് സംരക്ഷണമായി നിന്നിരുന്ന മരങ്ങളായതിനാൽ ബണ്ടിന് വശങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. കനാലിന്റെ ഇരുഭാഗങ്ങളിലും ബണ്ടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തികൾ ഇല്ല. മണ്ണ് കനാലിലേക്ക് ഒലിച്ചിറങ്ങി സമീപത്തുള്ള മറ്റു മരങ്ങളുടെ വേരുകളും പുറത്തായ നിലയിലാണ്. ദേശീയപാത 66 കയ്പമംഗലത്തെ പ്രധാന ജംഗ്ഷനായ കൊപ്രക്കളത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യത്തിലേക്ക്. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങളായി പ്രദേശവാസികളും ജനപ്രതിനിധികളും സമരസമിതിയും ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ MP ദേശീയപാത പ്രോജക്ട് ഡയറക്ടറുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ NH ലൈസൻ ഓഫീസർ KV ബാബു, ശിവാലയ പ്രതിനിധി ഷിബു P സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സഖറിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം നസീമ പുതിയ വീട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തളിക്കുളത്തെ ഫാൻസി കടയിൽ നിന്ന് 10,000 രൂപ മോഷ്ടിച്ച കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പുതുക്കാട് ചിറ്റിശ്ശേരി സ്വദേശി രതീഷാണ് പിടിയിലായത്. ഈ മാസം 4-ന് തളിക്കുളം തമ്പാൻകടവ് ക്രിസ്റ്റൽ എലഗൻസ് ഫാൻസി കടയിലാണ് മോഷണം നടന്നത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, ASI ഭരതനുണ്ണി, CPOമാരായ ശ്രാവൺ, വിഷ്ണു ആനന്ദ്, ആദർശ്, ഡ്രൈവർ ASI ചഞ്ചൽ, സൈബർ സെൽ CPO ലാലു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട്ടിൽ റോഡരികിൽ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലക്കപ്പാറ തവളക്കുഴിപ്പാറ മലയൻ ഉന്നതിയിലെ 43 വയസ്സുള്ള സുഗു ആണ് മരിച്ചത്. അജ്ഞാത വാഹനമിടിച്ചാണ് മരണം സംഭവിച്ചതെന്ന് കരുതുന്നു. ഭാര്യ സുമതിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് സുഗുവും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ബുധനാഴ്ച രാത്രി ഇയാൾ നടന്നു പോകുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. അർദ്ധരാത്രിയിൽ റോഡിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന സുഗുവിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണിനെ സ്നേഹിച്ച് കൃഷിയെ ജീവിതമാക്കിയ ഒരാളുടെ വിജയകഥയാണ് കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ ഷാജഹാന്റേത്. സമ്മിശ്ര ജൈവ കൃഷിയിലൂടെയാണ് ഷാജഹാൻ മാതൃകാ കർഷകനായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് ഷാജഹാൻ. ഏകദേശം 3.5 ഏക്കർ സ്ഥലത്താണ് വൈവിധ്യമാർന്ന കൃഷിരീതികൾ നടപ്പാക്കുന്നത്. നാടൻ വിളകൾക്കൊപ്പം വിദേശിനങ്ങളിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും ഇവിടെ വളർത്തുന്നുണ്ട്. തേനീച്ച വളർത്തൽ, പശു, ആട്, കോഴി വളർത്തൽ എന്നിവയും കൃഷിയുടെ ഭാഗമാണ്. ഇടവിള കൃഷിയായിട്ടാണ് ഞാൻ ആദ്യം മുതലുള്ള, എല്ലാം മിക്സഡ് ആയിട്ടാണ്. ഇന്ന ഒരു ക്രോപ്പ് മാത്രമായിട്ട് ചെയ്യുന്നില്ല. കൃഷിയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. കാരണം ഫുൾ ടൈം കൃഷി തന്നെയാണ്. അത് മീനായാലും എല്ലാം മിക്സഡ് ആണ്. മീനായാലും മിക്സഡ് ആണ്, കോഴിയായാലും മിക്സഡ് ആണ്, പച്ചക്കറി ആയാലും മിക്സഡ് ആണ്. പിന്നെ പശു അങ്ങനെ ജേഴ്സി ഉണ്ട്, മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കളുണ്ട്, പാലിക്കൂടിയ പശുക്കളാണ്. വെള്ളപ്പൊക്കം വന്നപ്പോൾ പശുക്കളെ കുറച്ചാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ആകെയുള്ള ഒരു ഉപദേശം എന്ന് പറയാനായിട്ട് ഈ കൃഷി കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. മണൽ പ്രദേശമായതിനാൽ പച്ചക്കറി കൃഷിക്കായി സ്വന്തമായി നിർമ്മിച്ച 400 കോൺക്രീറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. റിങ്ങുകളുടെ മധ്യഭാഗത്ത് ഇഞ്ചിയും മഞ്ഞളും നട്ടുപിടിപ്പിക്കുന്നു. അരികുകളിൽ മുളക്, പയർ, ചീര, പടവലം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കുരുമുളക് കൃഷിക്കായി 450 കോൺക്രീറ്റ് തൂണുകളും 1000-ലധികം PVC പൈപ്പുകളും സ്ഥാപിച്ച് വിയറ്റ്നാം മാതൃകയിലുള്ള കൃഷിരീതിയും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും ഷാജഹാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അൽസ പ്രൊഡക്ട്സ് എന്ന പേരിൽ ഉണക്കിയ ചെമ്മീൻ, മരച്ചീനി, ചക്ക, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, ചക്കക്കുരു, വിവിധ അച്ചാറുകൾ, നെയ്, തൈര് എന്നിവ വിപണിയിലെത്തിക്കുന്നു. കൂടാതെ കുരുമുളക് തൈകളും പപ്പായ തൈകളും വിൽപ്പന നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽപ്പന നടത്തുന്നതുവഴിയും മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. രാജപാളയം ഇനത്തിലുള്ള നായകളും ഫാമിന്റെ ആകർഷണമാണ്. 2006 ജില്ലാതലത്തിലെ മികച്ച മത്സ്യ കർഷകനുള്ള അംഗീകാരം നേടിയ ഷാജഹാൻ നഗരസഭാ തലത്തിലെ മികച്ച കർഷകനായും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പൂഴിമണ്ണിൽ നെൽകൃഷി നടത്തി വിജയകരമായി വിളവെടുത്ത അനുഭവവും അദ്ദേഹത്തിനുണ്ട്. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ വൈവിധ്യമാർന്ന കൃഷിരീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച ഭൂമി കാർഷിക ഭൂമിയായി തന്നെ തലമുറകളിലേക്ക് കൈമാറണമെന്ന ലക്ഷ്യത്തോടെ ട്രസ്റ്റ് രൂപീകരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. വർണ്ണവസ്ത്രത്തിൻ ലോകം കേരള വസ്ത്രാലയം.
കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. തൊഴിൽ വാഗ്ദാനം ചെയ്ത് തൊഴിലാളിയുടെ സ്വർണ്ണമോതിരവും പണവും കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിലായി. കോഴിക്കോട് പെരുമണ്ണ പൂവാട്ടുപറമ്പ് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്. വർഷങ്ങളായി ചാവക്കാട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ M. കുപ്പുസ്വാമിയാണ് തട്ടിപ്പിനിരയായത്. ഇദ്ദേഹത്തിന്റെ 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 5000 രൂപയുമാണ് പ്രതി കവർന്നത്. 3 പതിറ്റാണ്ടിലധികമായി ചാവക്കാട് സെന്റർ കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന കുപ്പുസ്വാമിയെ പണിയുണ്ടെന്ന് പറഞ്ഞാണ് പ്രതി വിളിച്ചുകൊണ്ടുപോയത്. ചേറ്റുവ റോഡിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപം ചാലുകീറുന്ന ജോലിയാണ് ഇയാളെ ഏൽപ്പിച്ചിരുന്നത്. പണി തുടങ്ങുന്നതിന് മുൻപ് കുപ്പുസ്വാമി തന്റെ സ്വർണ്ണമോതിരം ഊരി പണമടങ്ങുന്ന പേഴ്സിൽ വെച്ച് അത് മുണ്ടിൽ പൊതിഞ്ഞ് സമീപത്ത് സൂക്ഷിച്ചു. ജോലിക്കിടെ കുപ്പുസ്വാമിയെ മാറ്റി നിർത്തിയ ശേഷം പേഴ്സ് മുണ്ടുമെടുത്ത് പ്രതി കടന്നുകളയുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ എറണാകുളം റെയിൽവേ പോലീസാണ് പിടികൂടിയത്. ആലപ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും പകൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP ചാഴൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവിയൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. BJP ചാഴൂർ ഏരിയ പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗിരീഷ് പൊറ്റേക്കാട്ട്, ദിനേശ് കണ്ണോളി, സുബ്രഹ്മണ്യൻ കൊക്കർണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ സാംസൺ മണ്ണൂർ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ ചിയ്യാരം വിജയമാതാ പള്ളിയിൽ നടക്കും. വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്യും. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന സന്ദേശം നൽകും. വാർത്താസമ്മേളനത്തിൽ ചിയ്യാരം വിജയമാതാ പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, ജനറൽ കൺവീനർ PK പോൾ, ജോയ് P. അന്തപ്പൻ, ഫിൽജോ നിലയാറ്റിങ്കൽ, ആൻജോ ചിറ്റിലപ്പള്ളി, യേശുദാസ് ആലപ്പാടൻ, സിംസൺ പുലുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമായ സന്ദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AS ആൻഡോ മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥികളായ മേജർ PJ സ്റ്റൈജു, സുധീഷ് N, നിക്സൺ ഗുരുവായൂർ, ദേവിക തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി കിംസ് ആര്യഭട്ട കോളേജും ഗുരുവായൂർ പോലീസും സംയുക്തമായി ഈ മാസം 11-ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. രാവിലെ 10-ന് ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട് കാരവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിവിധ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും നടക്കും. കിംസ് ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പാൾ KN റാണിക്കുട്ടി, അക്കാദമിക് കോർഡിനേറ്റർ റോണി ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ പൊട്ടൻകോട് ചെമ്മാട് കുളമ്പ് പ്രദേശത്ത് യാത്രാ ദുരിതം. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഇളനാട് ചെമ്മാട്ടുകുളമ്പ് റോഡിൽ പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വലതുഭാഗത്ത് കൈവരികൾ ഇല്ലാത്തതിനാൽ അപകട ഭീഷണി ഏറെയാണ്. സമീപത്തെ റോഡിന്റെ വീതി കുറവും അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾ ദിവസവും യാത്ര ചെയ്യുന്ന പാതയിലാണ് ഈ അവസ്ഥ. എതിരെ ഒരു വാഹനം വന്നാൽ മാറി നിൽക്കുന്നതിനുള്ള വീതി പോലും പാലത്തിലും റോഡിലുമില്ല. നമുക്കിപ്പോ ഈ പാലം പണിതു എന്നുള്ളൊരു മാത്രമുള്ളൂ. നമുക്ക് ഒരു വണ്ടി വരുമ്പോ നേരെ തിരിഞ്ഞു വരാനുള്ളൊരു സംവിധാനമൊന്നും ഇതിലില്ല. സ്ഥലം പോരാ. വീതി വലിയ ടിപ്പറൊക്കെ വരുമ്പോഴേ നേരെ വീതിയിൽ തിരിഞ്ഞു വരാനുള്ളൊരു സ്ഥലം ഇതിൽ പോരാ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ പാലം ഉണ്ടെന്ന് നമുക്കൊരു പാലം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സൗകര്യക്കുറവ് നല്ലോണം ഉണ്ട്. പിന്നെ ഇതിലൊരു കൈവരി ഇല്ല. നമ്മൾ ചെറു കുട്ടികളിലൊക്കെ റോഡിൽ പോയിട്ട് മെയിൻ റോഡിൽ പോയി സ്കൂൾ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഒരു കൈവരി വേണ്ടേ. മഴ ശക്തമായി തുടരുന്നതിനാൽ ദുരിതം ഇരട്ടിയായി. തോടുപോലെയാകുന്ന റോഡിലൂടെയാണ് പ്രദേശവാസികൾ കടന്നുപോകുന്നത്.
പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ പണം പിരിച്ച് റോഡ് നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും പോകാൻ പറ്റാണ്ട് കുറെയൊക്കെ ഈ അരികിൽ കല്ലൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അത് കൂടെ ഓരോ കല്ല് ചവിട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ നടന്നു പോയത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ ഇതേമാതിരി ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് ആദ്യത്തെ ജയിച്ച് പാസ്സായ ആ മെമ്പറിനോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ വാർഡ് മെമ്പറിനോട് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇതേമാതിരി 6000 രൂപ നമുക്ക് പാസ്സായിട്ടുണ്ട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഈ അയൽവക്കക്കാരൊക്കെ ഷെയർ ഇട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞാണ്. അപ്പോഴേക്കും ഇലക്ഷൻ മാറി ഇപ്പോഴത്തെ വാർഡ് മെമ്പറോട് സംസാരിച്ചു. അവര് ബന്ധപ്പെട്ടിട്ട് ഒരു ടിപ്പറുകാരൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കി ഇതിലേക്ക് എത്ര ലോഡ് കോറി വെസ്റ്റ് വേണ്ടി വരുന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ യാതൊരു ചത്തുമില്ല. പിന്നെ നിരവധി കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് റോഡിന്റെ വശങ്ങൾ കാട് പിടിച്ചു കിടക്കുന്നു. ഇനിയും പഞ്ചായത്ത് അധികൃതർ അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ്. TCV ന്യൂസ്, ചേലക്കര. ചാലക്കുടി സബ് ഡിവിഷന്റെ SPC ദിനാചരണം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ചാലക്കുടി DYSP ജെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ അധ്യക്ഷത വഹിച്ചു. കൊടകര പോലീസ് ഇൻസ്പെക്ടർ ജെർലിൻ വീസ്കറിയ പതാക ഉയർത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായി. SPC ADN OP ആസാദ് തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ മിനി ദാസൻ, തൃശൂർ റൂറൽ SPC ഓഫീസ് അംഗം OH ബിജു, GHS കൊടകര PTA പ്രസിഡന്റ് VR മനോജ്, GNBHSS PTA പ്രസിഡന്റ് സിബി സുരേഷ്, GNBH സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ മാത്യു, GHS സ്കൂൾ പ്രധാനാധ്യാപകൻ KK താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മാനിന റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ടും പുനർനിർമ്മിക്കുന്നതിന് നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് റോഡ് പൊളിച്ചത്. റോഡ് നിറയെ വലിയ കുഴികളുള്ളതിനാൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയാണ് ഇത്. വീട്ടമ്മയ്ക്ക് വിധി പ്രകാരം നിക്ഷേപത്തുകയും നഷ്ടവും നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. തൃശൂർ മാങ്ങാട്ടുകര സ്വദേശിനി ആറ്റുപുറത്ത് വീട്ടിൽ വസന്തലക്ഷ്മി ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ വെസ്റ്റ് ഫോർട്ടിലെ ബ്ലൂ ഹെഡ്ജ് ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോണിനെ പ്രതിനിധീകരിച്ച് മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഹൈന്ദവ സമുദായ സൗഹൃദവേദി സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടൗൺ ഹാളിലെ സെക്യുലർ ഹാളിൽ ഉച്ചയ്ക്ക് 2-ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ പ്രദീപ് പണിക്കർ, ജനറൽ കൺവീനർ KU രാജേഷ് പണിക്കർ, KK സേതുമാധവ പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത ജനറൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഷിജോ ഞെരിഞ്ഞാമ്പള്ളി, ജസ്റ്റിൻ മുല്ലൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, സിനിൽ കൊടുമ്പിലായി പറമ്പിൽ, ബെന്നി വേങ്ങക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് ഊട്ടുതിരുനാൾ. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,725 രൂപ, പവന് 1,09,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം, സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
കുന്നംകുളം ചെറുവത്തൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർ മരിച്ചു. 12ഓളം പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി എന്നിവരാണ് മരിച്ചത്. അപകട കാരണം ബസിന്റെ അമിത വേഗം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ആളൂർ താണിപ്പാറയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 20 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തളിക്കുളം 10-ാം കല്ലിൽ വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മില്ല് പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചാവക്കാട് വരെ എത്തിച്ചത് എന്ന് പരാതി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. കടയുടെ ഷട്ടർ തകർത്ത കാട്ടാന അരി, പലവ്യഞ്ജനങ്ങൾ, പഴക്കൊലകൾ എന്നിവ ഭക്ഷിച്ചു. ഗുരുവായൂരിലും കുന്നംകുളത്തും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഗുരുവായൂരിൽ 2 കടകളിൽ നിന്നായി 35,000 രൂപ കവർന്നു. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. പുതുക്കാട് മുപ്ലിയം റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.